ഹലോ ഹായ്. ഇതാ പെണ്ണിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുകുന്നമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ മക്കളും ഉല്ലാസേട്ടനുമാണ് വന്നത്. അപ്പോൾ ചെറുകുന്നമ്പലത്തിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ കൊടിമരം വെക്കാൻ വേണ്ടിയിട്ട് ചെറുകുന്നമ്പലത്തിൽ കുറേ കുഴികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ കൊടിമരത്തിൻ്റെ ഇതൊക്കെ ആക്കി. അപ്പോൾ ഇതാ കുഴിയൊക്കെ അവർ കുഴിക്കുന്നുണ്ട്, 2 പേരുണ്ട് കുഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും ഇന്ന്. പിന്നെ ഇന്നാണ് മഞ്ഞക്കല്യാണമായിട്ട് വലുതായിട്ടൊന്നുമില്ല, ചെറുങ്ങനെ ഒരു രാത്രിയുള്ള ഒരു പരിപാടി. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അമ്പലത്തിലൊക്കെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചന്ദനങ്ങളൊക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനങ്ങളൊക്കെ വെച്ചു. അവർ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ചെറുകുന്ന് തറക്കുള്ള ഫോട്ടോഗ്രാഫറാണിത്, ശ്രീകൃഷ്ണ ഫോട്ടോഗ്രാഫർ ഉള്ള സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഇവർ നമ്മുടെ കൂടെ ഗുരുവായൂരിലേക്ക് വരുന്നതായിരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഇവിടുന്ന് കുറച്ച്, അതായത് ചിറയിൽ നിന്നും കുറച്ച് ഫോട്ടോ എടുത്തു. പിന്നെ ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ എൻ്റെ മോൾക്കും ചന്ദനം വെച്ച് കൊടുക്കുന്നുണ്ട്. ആ മോനും ഉണ്ട് കേട്ടോ, മോനും ചന്ദനമൊക്കെ തൊടാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ പുറകുവശമാണ് ഇത്, അമ്പലത്തിൻ്റെ പുറകുവശമാണ്. ചിരിക്കണുണ്ടോ? വീഡിയോസ് എടുക്കുന്ന കണ്ടപ്പോൾ അവൻ ചിരിക്കണതാണ്. അവനൊക്കെ ഭയങ്കര ത്രില്ലിലാണുള്ളത്. അപ്പോൾ ഇതാ പുറകുവശത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവർ സെറ്റൊക്കെ ചെയ്യണുണ്ട്. അപ്പോൾ അതാ നല്ല മനോഹരമായ കാഴ്ചയാണല്ലേ അമ്പലത്തിൽ. നമ്മുടെ ചെറുകുന്നിൽ തന്നെ അതിമനോഹരമായ കാഴ്ചകളുള്ള സമയത്ത് നമ്മൾ എന്തിനാണ് വെറുതെ പുറത്തൊക്കെ പോകുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ചെറുകുന്നിൽ തന്നെ എടുത്തു. നല്ല അടിപൊളി പോസിൽ തന്നെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ചിറയിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. അതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ അതിമനോഹരമായ സ്ഥലങ്ങളുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വേറെ പോകുന്നത് അല്ലേ? അത് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഫോട്ടോ ഒക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. ഫോട്ടോ ഒക്കെ നല്ല ക്ലിയർ ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ നിന്ന് മൈലാഞ്ചി ഇടണം, പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം അങ്ങനെ. അപ്പോൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. മൈലാഞ്ചി ഇട്ട് കുറച്ചായി. എൻ്റെ ഏച്ചിയുടെ മോളാണ് മൈലാഞ്ചി ഇടുന്നത്. സന്ധ്യേച്ചിയുടെ മോള് ദേവികയാണ് മൈലാഞ്ചി ഇടുന്നത്. ഫോട്ടോ അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അവളുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവൾ നല്ല ചിത്രകലാകാരിയാണ്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയ കുട്ടിയാണിത്. അപ്പോൾ പുറത്തുനിന്ന് ആളെ ആക്കണ്ട, ഞാൻ ദേവിനെ ആക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റെഡി എന്ന് പറഞ്ഞു. ഇവൾ കുറേ മംഗലത്തിനൊക്കെ വരക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കണ്ടില്ലേ, അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതാ നല്ല രസമില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഭയങ്കര കഴിവ് തന്നെയാണ് അല്ലേ? മെഹന്തി ഇടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കഴിവാണ്. ഹൽദിയുടെ ആഘോഷമാണ് ഇത്, മഞ്ഞക്കല്യാണം. ചെറുതായിട്ടുള്ളൂ കേട്ടോ. അവരുടെ കുടുംബവും നമ്മളെ കുടുംബവും തമ്മിൽ, അത് അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരുപാട് ആൾ വേണ്ടാന്നുള്ള ഇതിൽ എന്നിട്ട് തന്നെ കുറച്ച് പേരുണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഹൽദിയുടെ അവളെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. അവിടെ കുറച്ച് ബലൂൺസൊക്കെ വെച്ചു. പിന്നെ പുറകിൽ മഞ്ഞ തുണി വെച്ചു. ഇത് അച്ഛനും അമ്മയും സ്റ്റേജിൽ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. അച്ഛന് കുറേ പിന്നെ മൊബൈൽ കാണാൻ ഇങ്ങനെ വരിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എതിരെ നോക്കണം എന്ന് അറിയുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുക അവിടെ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം ഇതാ അച്ഛനും അമ്മയാണ്. അപ്പോൾ സ്നേഹ ഫോട്ടോ എടുക്കുകയാണ്. അവളുടെ അച്ചാച്ചനും അമ്മമ്മയായിട്ട് വരും, ഉല്ലാസേട്ടൻ്റെ അച്ഛനും അമ്മയും. എൻ്റെ മോന് ബലൂൺ കിട്ടിയപ്പോൾ അവൻ്റെ ആഘോഷം കണ്ടില്ലേ? ഇതാ കുട്ടികളൊക്കെ ആഘോഷത്തിലാണ്. പാട്ടൊന്നും വെച്ചിരുന്നില്ല, ഒരു ചെറുതായിട്ടൊരു ഇത് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? നന്നായിട്ടുണ്ടല്ലേ? കാണാം, കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞു.
അപ്പോൾ അവൾ കേക്കൊക്കെ മുറിക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ മുറിക്കുകയാണ്. അപ്പോൾ കേക്കൊക്കെ മുറിച്ചു, പിന്നീടുള്ള അങ്ങോട്ടുള്ള ആഘോഷങ്ങൾ അങ്ങനെയായി. കേക്ക് മുറിച്ച് കഴിഞ്ഞു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാണ്. എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, ഇത് എങ്ങോട്ടാണ് എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഏച്ചിയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, അപ്പോൾ അത് മാറി. അപ്പോഴതാണ് ആ ചമ്മലുണ്ടായിരുന്നു മുഖത്ത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുട്ടീസിനൊക്കെ കൊടുക്കുകയാണ്. ഇതൊക്കെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ, പുറത്തുനിന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും റിലേറ്റീവ്സ് മാത്രമായിരുന്നു. അപ്പോൾ എനിക്കൊരു മഞ്ഞ ചുരിദാർ കിട്ടി കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാനും മഞ്ഞയായി, ഫുൾ മഞ്ഞ. മഞ്ഞ ഉണ്ടായിരുന്നില്ല, ഇന്നലെ വരെ മഞ്ഞ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചൊരു മഞ്ഞയാക്കി. അങ്ങനെയാണ്. അപ്പോൾ ഇത് സ്നേഹയുടെ അനിയൻ ജിത്തു, അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ വീഡിയോസിലെല്ലാം കാണിച്ചു തരുന്നതാണ് ജിത്തുവിനെ. അപ്പോൾ ഓരോരാളും ഇനിയിപ്പോൾ മഞ്ഞ മുഖത്ത് തേക്കുകയാണ്. ആദ്യം കയ്യിലിട്ടതിന് ശേഷമാണ് മുഖത്ത് തേക്കുക. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ വരിയായി നിൽക്കുന്നുണ്ട് മഞ്ഞിടാൻ വേണ്ടിയിട്ട്. മഞ്ഞ കൈകളിൽ തേച്ച് പിന്നെ മുഖത്ത് തേക്കുകയാണ്. പിന്നെ ഒരു മധുരം സ്വീറ്റ് അവൾക്ക് കൊടുക്കണം, വായിൽ വെച്ച് കൊടുക്കണം എന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മധുരം കൊടുക്കുകയാണ്. അപ്പോൾ ജിലേബി, ലഡു, പിന്നെ ഒരു മുന്തിരി, ഇതാണ് നമ്മൾ വെച്ചിരുന്നത്. എല്ലാവരും ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് ഏട്ടത്തമ്മയാണ്, എൻ്റെ ഉല്ലാസേട്ടൻ്റെ ഏട്ടൻ്റെ ഭാര്യ. ഇത് ആപ്പൻ്റെ മോനാണ് ഷോലേട്ടൻ. ഷോലേട്ടനാണ് ഈ വീടിൻ്റെ പെയിൻറ്റിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഷോലേട്ടൻ്റെ ഭാര്യ സിമി. പിന്നെ ഇത് നമ്മുടെ മെഹന്തി ഇട്ട കുട്ടി ദേവു, അവളും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരെ കൊണ്ടും ചെയ്യിച്ചു കേട്ടോ, കുഞ്ഞുങ്ങളെ കൊണ്ടും വലിയ ആളെ കൊണ്ടും ഒക്കെ ചെയ്യിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മഞ്ഞക്കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഫോട്ടോകൾ ഞാനിതിലേക്ക് ഇട്ടതാണ്. അപ്പോൾ എല്ലാവരോടും നിന്നിട്ടും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇന്നത്തേക്ക് ആഡ് ചെയ്തു. അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ.